ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSC സ്വാഗതം. ഓക്കെ, ഈ വീഡിയോ നമ്മുടെ EMRS ടീച്ചിങ് വേക്കൻസി, ഓക്കെ, PGT ആൻഡ് TGT വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് സമയം ഉണ്ട്, വീഡിയോ ഒരു 10-12 മിനിറ്റ് കാണും വീഡിയോ എന്ന് പറയുന്നത്. അപ്പം അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെ സസൂക്ഷ്മം കാണുക, നിരീക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ പറയുന്ന പോയിന്റുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന ഒരു ചോദ്യങ്ങൾക്കും നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ മറുപടി നൽകുന്നതല്ല. ഈ വീഡിയോയിൽ പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ 77 36 75 04 എന്ന് പറയുന്ന ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക, ചോദിക്കുക. ഓക്കെ, ഇത് പറയാനുള്ള കാരണം വീഡിയോയിൽ പറയുന്ന ഫസ്റ്റ്, അതായത് 1 മിനിറ്റ് ആകുന്നതിന് മുമ്പ് 30 സെക്കൻഡിനുള്ളിൽ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പോലും താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണാത്തത് കൊണ്ടാണ് അത് ചോദിക്കുന്നത്. ഇത് അയക്കണമെന്ന് താല്പര്യമുള്ളവര്, അല്ലെങ്കിൽ ഇത് പഠിച്ച് ജോലി നേടണമെന്ന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സസൂക്ഷ്മ വീഡിയോ നിരീക്ഷിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളെ വീഡിയോ തീർച്ചയായിട്ടും കാണുന്നവര് താല്പര്യമുണ്ടെങ്കിൽ അത് ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി. ഓക്കെ, ഇതുപോലെ തന്നെ ഇതിപ്പം ടീച്ചിങ്ങിന്റെ അല്ലെങ്കിൽ ടീച്ചിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന 2 ടയർ എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നൽകുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ നോൺ ടീച്ചിങ്ങിന്റെ വിവിധ തരം പോസ്റ്റുകളുണ്ട്. ഓക്കെ, അക്കൗണ്ടന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡൻ ഉണ്ട്, അതുപോലെ തന്നെ JSA ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് ലാബ് അറ്റൻഡന്റ് ഉണ്ട്. അപ്പൊ ഇത്രയും പോസ്റ്റുകൾക്കുള്ള ഓരോന്നും സെപ്പറേറ്റ് വീഡിയോയും ചെയ്തു തരുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ സിലബസ്, TGT PGTയുടെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, ഈ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അപേക്ഷ അയക്കേണ്ടത്, ഏത് സോണിലേക്കാണ് അപേക്ഷ അയക്കേണ്ടത്, ഇതിന്റെ എക്സാം ഫീസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എക്സാം ഫീസ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോയും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തു തരും. അപ്പൊ സാവധാനം നമുക്ക് ഈ മാസം അടുത്ത മാസം 23-ാം തീയതി വരെ സമയമുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നോൺ ക്രിമിനൽ ഒക്കെ വേണ്ടവര്, പഴയ സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുന്നവര്, പുതിയത് ആവശ്യമുള്ളവര് അതൊക്കെ വാങ്ങിച്ചു വെക്കുക. 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ സൈറ്റ് എല്ലാം ഓക്കെ ആവും. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നമുക്കറിയാം, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫേഴ്സിന്റെ കീഴിലുള്ള സ്കൂളുകളാണ്. അപ്പം ഇത് നടത്തുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഏജൻസിയാണ്. എക്സാംസ് NEST എന്ന് പറയുന്ന ഏജൻസിയാണിത് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, 7000-ന് മുകളിൽ വേക്കൻസികൾ വിളിച്ചിട്ടുള്ള ഒരു പോസ്റ്റുമാണ് വിളിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പള്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, ഹോസ്റ്റൽ വാർഡൻ, അക്കൗണ്ടന്റ്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, ലാബ് അറ്റൻഡന്റ്, അങ്ങനെ ടോട്ടലായിട്ട് 7267 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ആ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കുക. അതിൽ സബ്ജക്റ്റുകൾ പോസ്റ്റ് ഗ്രാജുവേറ്റിന് ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, കൊമേഴ്സ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മൊത്തത്തില് 1460 വേക്കൻസികളാണ് അതിന് വിളിച്ചിരിക്കുന്നത്. അത് ഓരോന്നും സെപ്പറേറ്റ് കാറ്റഗറി ബേസ് ചെയ്ത് തന്നെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിന് ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, സയൻസ്, കമ്പ്യൂട്ടർ, അത് 2550 വേക്കൻസീസ് ആണ്. അതും ഓരോ കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ റീജിയണൽ ലാംഗ്വേജ് നമുക്ക് മലയാളം മാത്രം നോക്കിയാൽ മതി, മലയാളത്തിനും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, 2 വേക്കൻസീസ് ആണ് നിലവിലുള്ളത്. ഓക്കെ, ഇനി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ അതർ വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത് മ്യൂസിക്, ആർട്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ മെയില്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഫീമെയില്, ലൈബ്രറിയൻ. ഓക്കെ, മൊത്തത്തില് 1189 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും നിരന്തരം കമന്റുകളിലൂടെ വീണ്ടും വീഡിയോ കാണാതെ ചോദിക്കുന്നവർക്ക് വേണ്ടി ഒന്നും കൂടി പറയുകയാണ്. TGT അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത
TGT അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ബി.എഡ് പ്ലസ് CTET 2 ആണ്. ബി.എഡ് പ്ലസ് CTET 2 ആണ് TGT അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. TGTയുടെ യോഗ്യത. ഇനി PGTയുടെ യോഗ്യത എന്ന് പറയുന്നത് PG പ്ലസ് ബി.എഡ് ആണ്. വേറെ ഒന്നും വേണ്ട. PGക്ക് 50% മാർക്ക് മതി PGT അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി. ഈ 50% എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്കാണ്. ഓക്കെ, ബാക്കിയുള്ള SC ST ആണെങ്കിൽ ഇതിന് 5% കുറവ് മതി. 5% SC ST ആണെങ്കിൽ 5%, OBC ആണെങ്കിൽ 3% കുറവ് കിട്ടും. ബാക്കി ദിവ്യാംഗർക്ക് അതേപോലെ തന്നെ 5% കുറവും കിട്ടും. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ TGTക്ക് CTET 2, PGTക്ക് PG പ്ലസ് ബി.എഡ് മാത്രം. CTETോ KTETോ നെറ്റോ സെറ്റോ ഒന്നും തന്നെ ആവശ്യം ഇല്ല. ഓക്കെ, ഇനി ഇതിന്റെ ഏജ് വൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒന്നും കൂടി ഈ വീഡിയോയിൽ പറയുന്നു, നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാനുള്ള ഏജ് എന്ന് പറയുന്നത് TGTക്ക് ജനറൽ ഏജ് എന്ന് പറയുന്നത്, TGTയുടെ ജനറൽ ഏജ് എന്ന് പറയുന്നത് 35 വയസ്സും PGTയുടെ ജനറൽ ഏജ് എന്ന് പറയുന്നത് 40 വയസ്സുമാണ്. എന്നാൽ ലേഡീസിന്, ഗേൾസിന്, സ്ത്രീകൾക്ക് ഇത് 10 വർഷത്തെ റിലാക്സേഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് 50 വയസ്സ് വരെ ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം. പെൺകുട്ടികൾക്ക് 50 വയസ്സ് വരെ ഈ പറഞ്ഞ പോസ്റ്റുകളിലെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, 50% 50 വയസ്സ് വരെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോൺ ടീച്ചിങ് ഞാൻ പറഞ്ഞു, സെപ്പറേറ്റ് 1 by 1 ആയിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരും. ഹോസ്റ്റൽ വാർഡൻ ഉണ്ട്, അത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് വിളിച്ചിട്ടുണ്ട്. ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ഉണ്ട്, അക്കൗണ്ടന്റ് ഉണ്ട്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഉണ്ട്, ലാബറട്ടറി ഉണ്ട്. മൊത്തം 1620 പോസ്റ്റുകളുള്ളത്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻസ്, ഏജ്, എക്സാം രീതികള്, സിലബസ്, കാര്യങ്ങളെല്ലാം 1 by 1 ആയിട്ട് സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 23, 2025 ആണ്. ഈ എക്സാമിന്റെ നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് വേക്കൻസികൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒക്ടോബർ 23. അതാണ് ഞാൻ പറഞ്ഞത്, തിരക്ക് കൂട്ടേണ്ട, പതിയെ നമുക്ക് അപ്ലൈ ചെയ്യാം. എല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏജും ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത് 23 ഒക്ടോബർ 2025 കണക്കാക്കിക്കൊണ്ടാണ്. ഓക്കെ, ഇനി ഈ എക്സാംസ്, ടീച്ചിങ് ലെവൽ എക്സാംസ് 2 ടയർ, 3 ടയർ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്റർവ്യൂ സെക്ഷൻ കൂടെ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, മെയിൻ ആയിട്ട് 2 ടയർ എക്സാംസ് ആണ്. 2 ടയർ എക്സാംസ് ആണ്. നിങ്ങൾ റെയിൽവേ എഴുതിയതുപോലെ ഉള്ള എക്സാംസ് അല്ല. 2 ടയർ, റെയിൽവേക്കും 2 ടയർ ഉണ്ട്. അതിന്റെ കാര്യങ്ങൾ പിന്നീട് പറയാം. വേറൊരു വീഡിയോ ഞാൻ ചെയ്ത് തരുന്നുണ്ട് റെയിൽവേക്കാർക്ക്. ഓക്കെ, അപ്പം ഇതിന്റെ ടയർ 1 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് MCQ ലെവലാണ്, പെൻ ആൻഡ് പേപ്പർ മോഡാണ്. ഓക്കെ, ടയർ 1 എന്ന് പറയുന്നത്. ടയർ 2 എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് MCQ. അതായത് ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻസ് ഉണ്ട്, MCQ ഉണ്ട്. MCQ പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് ആണ് ടയർ 2 എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസും താഴോട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം 2 ടയർ എക്സാംസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ടയർ എക്സാംസ് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രിലിംസ് ഫസ്റ്റ് 100 മാർക്കിന്റെ എക്സാം ആണ്. 100 മാർക്കിന്റെ അതില് പാർട്ട് 1 എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് 10 മാർക്ക്. പാർട്ട് 2 എന്ന് പറയുന്നത് റീസണിങ് എബിലിറ്റി 15 മാർക്ക്. പാർട്ട് 3 മാത്സ് ഇല്ല എന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. മാത്സ് ഇല്ല, റീസണിങ് എബിലിറ്റി മാത്രമേ ഉള്ളൂ, 15 മാർക്ക്. ഓക്കെ, പാർട്ട് 3 നോളജ് ഓഫ് ICT എന്ന് പറയുന്നത് 15 മാർക്ക്. ഓക്കെ, കമ്പ്യൂട്ടർ 15 മാർക്ക്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 30 മാർക്ക്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 30 മാർക്ക്. പിന്നെ വരുന്നത് ഡൊമൈൻ നോളജ് ആണ്. ഡൊമൈൻ നോളജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് TGTയുടെ കാര്യമാണെന്നുള്ള കാര്യം ഓർക്കുക. TGTയുടെ ടയർ 1ന്റെ കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഡൊമൈൻ നോളജ് നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് TGTയുടെ സബ്ജക്റ്റ് ആണ് ഡൊമൈൻ നോളജ് ആയിട്ട് വരുന്നത്. അത് ടോട്ടൽ 30 മാർക്കിനാണ്. അതിൽ ഫസ്റ്റ് സെക്ഷൻ 20 മാർക്കിന്റെ എക്സ്പീരിയൻഷ്യൽ ആക്ടിവിറ്റി ബേസ്ഡ് പെഡഗോജി ആൻഡ് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പെഡഗോജി അത് 20 മാർക്കിനും, സബ്ജക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പെഡഗോജി 20 മാർക്കിനും, NEP 220 10 മാർക്കിനും, അങ്ങനെ 30 മാർക്കിനാണ് പാർട്ട് 5 എന്ന് പറയുന്നത്. പാർട്ട് 5. ഓക്കെ, അതായത് ഡൊമൈൻ നോളജ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഒരു കാര്യം ആലോചിക്കുക, ഇതിന്റെ
ബേസ് കോർ എന്ന് പറയുന്നത് ജനറൽ ഏരിയ തന്നെയാണ്. 70 മാർക്കിന് ജനറൽ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് എന്താണ് ജനറൽ അവയർനെസ്സിൽ പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് റീസണിങ് എബിലിറ്റിയിലുള്ളത്, എന്തൊക്കെയാണ് ICT-യിൽ പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് നിങ്ങളുടെ സബ്ജക്ട് ഡൊമൈൻ നോളജിലെ പെഡഗോജി പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് NEP പഠിക്കാനുള്ളത് കാര്യങ്ങളുള്ളത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് സിലബസ് ബേസ്ഡ് PGT-യുടെ സിലബസ്, TGT-യുടെ സിലബസ് സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട്, കാണുക. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് 6 എന്ന് പറയുന്നത് ലാംഗ്വേജ് കോമ്പിറ്റൻസി ആണ്. അത് കഴിഞ്ഞ ടേമിൽ നിന്ന് 2.0 എന്ന് പറയുന്ന ടേമിൽ നിന്ന് ഇപ്പം ഈ ഒരു ടേം വളരെ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള വ്യത്യാസമാണുള്ളത്. ലാംഗ്വേജ് കോമ്പിറ്റൻസി, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഹിന്ദി ആൻഡ് റീജിയണൽ ലാംഗ്വേജ്. ഇതാണ് പലരും സംശയം ചോദിച്ചത്. വ്യക്തമായിട്ട് കേട്ടോളൂ, ഇനി ഡൗട്ട്സുമായിട്ട് വരരുത്. ലാംഗ്വേജ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്. ലാംഗ്വേജ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ്. ഓക്കെ, ലാംഗ്വേജ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഹിന്ദി, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഹിന്ദി ആൻഡ് റീജിയണൽ ലാംഗ്വേജ് എന്നുള്ളതാണ്. ഓക്കെ, 10 മാർക്ക് ഈച്ച്, അങ്ങനെയാണ് 30 മാർക്ക്. അതായത് ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ്. കേരളമാകുമ്പോൾ മലയാളമാണല്ലോ റീജിയണൽ ലാംഗ്വേജ്. ഇനി ആ റീജിയണൽ ലാംഗ്വേജിലുള്ള വ്യത്യാസമുള്ള കാര്യവും പറഞ്ഞുതരാം. This part is qualifying in nature only with minimum 40% mark in aggregate. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. കഴിഞ്ഞ ടേമിലുള്ളതിന് ഈ പോയിന്റ് ഇവിടെ ഇല്ലായിരുന്നു. അഗ്രിഗേറ്റ് 12 out of 30. അതായത് ഞാൻ പറഞ്ഞു തരാം, വ്യക്തമായിട്ട് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. അതായത് ഹിന്ദി, ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്, ഹിന്ദി പ്ലസ് ഇംഗ്ലീഷ് പ്ലസ് റീജിയണൽ ലാംഗ്വേജ് എന്നുള്ളതിന് 30 മാർക്കാണ്. 10 വെച്ചിട്ട് 30 മാർക്കാണ്. ഈ 30 മാർക്കിൽ അഗ്രിഗേറ്റ് ആണ്, മൂന്നിനും കൂടിയാണ്. 10 മാർക്ക് ഈച്ച് ആണെങ്കിലും മൂന്നിനും കൂടി 30 മാർക്കാണ് വാങ്ങിക്കേണ്ടത് ടോട്ടല്. അതിന് നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട് ഔട്ട് ഓഫ് 40%, 30-യുടെ 40% മാർക്ക് വാങ്ങിയാൽ മതി. അതായത് ഔട്ട് ഓഫ് 30 12 മാർക്ക് 12 മാർക്ക് വാങ്ങിക്കണം. അത് അഗ്രിഗേറ്റ് ആണ്. അത് മിനിമം ബേസ് അല്ല. മൂന്നിനും കൂടി 12 മാർക്ക്. മൂന്നിനും കൂടി 12 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഇംഗ്ലീഷിന് 10 മാർക്ക് കിട്ടി, ഹിന്ദിക്ക് 1 മാർക്ക്, അല്ലെങ്കിൽ മലയാളത്തിന് 1 മാർക്ക് കിട്ടി. 2 മാർക്ക്, ഹിന്ദിക്ക് 1 മാർക്ക്, മലയാളത്തിന് 1 മാർക്ക്, 2 മാർക്ക് ആയാലും 12 മാർക്ക് ആയാലും ഓക്കെ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിന് 10 മാർക്കും ബാക്കി 2 കൂടെ 2 മാർക്ക് അങ്ങനെ വാങ്ങിച്ചാലും പാസ്സാകും. അതായത് അഗ്രിഗേറ്റ് ആണ് ഈ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതിലൊരു വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗുട്ടൻസും ഉണ്ട്, അത് അവസാനം പറയാം, ശ്രദ്ധിച്ച് കേട്ടോളണം. ഓക്കെ, അപ്പൊ അഗ്രിഗേറ്റ് ആയിട്ട് നിങ്ങൾ 12 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാം. ആ ഗുട്ടൻസ് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ജസ്റ്റ് നിങ്ങൾ ഈ ലാംഗ്വേജ് കോമ്പിറ്റൻസി എന്ന് പറയുന്ന ഈ 12 മാർക്ക് അഗ്രിഗേറ്റ് ആയിട്ട് മൂന്നിനും കൂടി ചേർത്ത് ഈ 12 മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങളുടെ മുകളിലുള്ള ഈ മാർക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇവിടെയുള്ള ഈ പാർട്ട് 5 വരെയുള്ള മാർക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആകത്തുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇംഗ്ലീഷിനും ഹിന്ദിക്കും നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾ കൂടുതൽ പേര് ഓപ്റ്റ് ചെയ്യുന്നത് മലയാളമായിരിക്കാം. ബട്ട് ആ റീജിയണൽ ലാംഗ്വേജിന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീജിയണൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. അതായത് റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അസാമീസ്, ബംഗാളി, ബോഡോ, ദോഗ്രി, ഇംഗ്ലീഷ്, ഗാരോ, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കാശി, മലയാളം, മണിപ്പൂരി, മറാത്തി, മീസോ, നേപ്പാളി, ഒഡിയ, സന്താളി, തെലുങ്കു ആൻഡ് ഉറുദു. ഇത്രയും 20ഓളം റീജിയണൽ ലാംഗ്വേജ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ നോക്കിക്കൊള്ളണം. ആ റീജിയണൽ ലാംഗ്വേജിന്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ റീജിയണൽ ലാംഗ്വേജ്, ഈ 3 ലാംഗ്വേജ്, മുകളിൽ ഈ 3 ലാംഗ്വേജ് എന്ന് പറയുന്നതിൽ ഇംഗ്ലീഷും ഹിന്ദിയും ജനറൽ ആയിട്ട് നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ, ഇംഗ്ലീഷ് ഹിന്ദിയും. ഇനി മൂന്നാമത്തെ ആളായ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്നതിൽ ഈ 20 ലാംഗ്വേജിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിന്ദി തന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തന്നെ എഴുതാം. അപ്പൊ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇംഗ്ലീഷ് ഹിന്ദി ഇംഗ്ലീഷ് ആക്കാം, മലയാളം അറിയാവുന്നവർക്ക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ആക്കാം, ഹിന്ദി അറിയാവുന്നവർക്ക് ഇംഗ്ലീഷ് ഹിന്ദി ആക്കാം. ഓക്കെ, ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾ റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ആ ഭാഷയിലായിരിക്കും നിങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജിന്റെ ക്വസ്റ്റ്യൻ കിട്ടുന്നത്. അത്രേ ഉള്ളൂ. അതായത്
അതിന്റെ അർത്ഥം ഞാൻ ഒന്നും കൂടി പറയുന്നു, മലയാളം മാത്രമല്ല നിങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ 20 ലാംഗ്വേജിൽ ഇഷ്ടമുള്ള റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് എഴുതാം. ഓക്കെ, പക്കയാണ്, കറക്റ്റ് ആയെന്ന് കരുതുന്നു. ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഈ റീജിയണൽ ലാംഗ്വേജിന് നിങ്ങൾ 12 മാർക്ക് ഒരുമിച്ച് ചേർത്ത് ഓരോന്നിനും സെപ്പറേറ്റ് മിനിമം എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ കാര്യം ഇപ്പൊ ഇല്ല. മൂന്നിനും കൂടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന 3 ലാംഗ്വേജിനും കൂടി 30 മാർക്കാണ്. അതിൽ 12 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എലിജിബിൾ ആകാം എന്നുള്ളതാണ്. ഓക്കെ 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 ഇതാണ് എന്തെന്ന് പറയുന്നത് TGT-യുടെ പ്രിലിംസിന്റെ രീതി, പ്രത്യേകത. TGT-യുടെ പ്രിലിംസ്. പിന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. കഴിഞ്ഞ വർഷം 0.25 ആയിരുന്നു, എന്നാൽ ഇപ്പോഴും നമ്മളെ PSCയുടെ പോലെ 1/3 ആണ്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ 1 മാർക്ക് പോകും എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. 3 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പോകും, 1/3 ആണ്. അങ്ങനെയല്ല, 3 ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം 4 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. 3 തെറ്റിയ ചോദ്യത്തിന്റെ മാർക്കും നെഗറ്റീവ് 1 മാർക്കും ചേർത്ത് ടോട്ടൽ 4 മാർക്കാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് ഇത് എഴുതുക. 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ്. ഇതാണ് EMRSന്റെ 2025 TGT-യുടെ പ്രിലിംസ് എക്സാമിന്റെ മെത്തേഡ്, രീതി. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് അടുത്ത PGT-യിലേക്ക് കിടക്കുകയാണ്. PGT-യുടെ പ്രിലിംസ് എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇനി ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയത്, ഈ TGT എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും. നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും, ഒരുപാട് സബ്ജക്റ്റിൽ TGT ഒരുപാട് സബ്ജക്റ്റ് ഉണ്ടല്ലോ, എല്ലാ സബ്ജക്റ്റിന്റെയും പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3ഉം പാർട്ട് 4ഉം ഒരേപോലെയാണ്. എല്ലാ സബ്ജക്റ്റിന്റെയും ഈ 4 വരെയുള്ള സെക്ഷൻസ് എല്ലാം സെയിം ആണ്. പാർട്ട് 5 മാത്രമാണ് വ്യത്യാസം വരുന്നത്. അത് നിങ്ങൾക്ക് അറിയാം. പാർട്ട് 5-ലെ ഏത് മാത്രമാണ് വ്യത്യാസം വരുന്നത്? A സെക്ഷൻ, 20 മാർക്കിനുള്ള A സെക്ഷൻ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതായത് നിങ്ങളുടെ ഏത് സബ്ജക്റ്റ് ആണോ, TGT ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, TGT ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, സയൻസ് ആണെങ്കിൽ സയൻസ്, മാത്സ് ആണെങ്കിൽ മാത്സ്, ആ ഒരു ഏരിയ, അതിന്റെ പെഡഗോജി മാത്രമേ 20 മാർക്കിനുള്ള ആ സെക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. ബാക്കി 10 മാർക്കിനുള്ള NEP എന്ന് പറയുന്നത് സെയിം തന്നെയാണ് എല്ലാവർക്കും. ഓക്കെ, ആ കാര്യങ്ങളും കൂടി ഇവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമ്മുടെ PGT ടയർ 1ലേക്ക് കടക്കുന്നു. PGT ടയർ 1-ലെ പാർട്ട് 4 വരെയുള്ള കാര്യങ്ങൾ നോക്കുക. നേരത്തെ TGT കണ്ടതുപോലെ തന്നെയാണ്. ജനറൽ അവയർനെസ്, റീസണിംഗ് എബിലിറ്റി, കമ്പ്യൂട്ടർ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. 10 മാർക്ക്, 15 മാർക്ക്, 15 മാർക്ക്, 30 മാർക്ക്. നേരത്തെ കണ്ടതുപോലെ തന്നെയാണല്ലോ, അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇതിന്റെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് സിലബസ്, ഏത് ബുക്കൊക്കെയാണ് കണ്ടെത്തേണ്ടത്, ഏത് നോട്ട്സ് ആണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് അടുത്ത് പഠിക്കേണ്ടത് എന്താണെന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ക്ലാസ്സിലുള്ളവർക്ക് സെപ്പറേറ്റ് ക്ലാസ് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് 5 ഡൊമൈൻ നോളജ് തന്നെയാണ്. നിങ്ങൾ ഏതാണോ PGT എഴുതുന്നത് അതിന്റെ ഡൊമൈൻ നോളജുമായിട്ട് നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പെഡഗോജിയാണ് ഡൊമൈനിലെ നിങ്ങളുടെ സബ്ജക്റ്റിലെ 20 മാർക്കിന്റെ ചോദ്യം. അത് മാത്രമേ മാറുന്നുള്ളൂ. ബാക്കി എല്ലാ PGT-കാർക്കും 4 വരെയുള്ളത്, നമ്മുടെ TGT-യുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ബാക്കി എല്ലാ TGT-കാർക്കും ഈ 4 വരെയുള്ളത് സെയിം ആണ്. അതുപോലെ തന്നെ NEP 2020 10 മാർക്കുള്ള കാര്യവും സെയിം ആണ്. സബ്ജക്റ്റിന്റെ ഈ ഡൊമൈനിന്റെ 20 മാർക്ക് മാത്രമേ മാറുന്നുള്ളൂ എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്തത് 6ാമത്തെ, നമ്മൾ നേരത്തെ TGT-യിൽ കണ്ടതുപോലെ തന്നെ ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്നത് ഒരു പ്രത്യേകതയുണ്ട്, 2 എണ്ണേ ഉള്ളൂ. ഇവിടെ റീജിയണൽ ലാംഗ്വേജ് ഇല്ല, ഇംഗ്ലീഷും ജനറൽ മാത്രമാണുള്ളത്. 10 മാർക്ക്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ടൈമിലെ ആ ഒരു റിക്വയർമെന്റ്സ് ഇവിടെ ഇല്ല. ഇവിടെ പറയുന്നത് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഹിന്ദി 10 മാർക്ക് ഈച്ച് സബ്ജക്ട്സ്. ജനറൽ ഇംഗ്ലീഷിനും ജനറൽ ഹിന്ദിക്കും കൂടി 10 മാർക്ക് ഈച്ച്, അങ്ങനെ 20 മാർക്ക്, ടോട്ടൽ 20 മാർക്കാണ്. ദിസ് പാർട്ട് ഈസ് ക്വാളിഫൈങ് ഇൻ നേച്ചർ only with the minimum 40% മാർക്ക് ടുഗദർ അഗ്രിഗേറ്റ് ടുഗദർ. അതായത് മിനിമം 8 മാർക്ക് ഔട്ട് ഓഫ് 20. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ ഇംഗ്ലീഷിനും ഹിന്ദിക്കും കൂടി നിങ്ങൾ 20 മാർക്കില് മിനിമം 8 മാർക്ക് വാങ്ങിയിരിക്കണം. രണ്ടും കൂടി ചേർത്ത്, സെപ്പറേറ്റ് മിനിമം ഇല്ല. നേരത്തെ നമ്മൾ TGT-യിൽ കണ്ടതുപോലെ തന്നെ സെപ്പറേറ്റ് മിനിമം അല്ല, ഒരുമിച്ചുള്ളത് ടുഗദർ ആയിട്ട് 8 മാർക്ക് വാങ്ങിയിരിക്കണം. ഇംഗ്ലീഷിനും ഹിന്ദിക്കും കൂടെ അത്രയേ ഉള്ളൂ. അങ്ങനെ
8 മാർക്ക് വാങ്ങിയാൽ മാത്രമാണ് നിങ്ങളുടെ ബാക്കിയുള്ള ഈ പേപ്പർ അനലൈസ് ചെയ്ത് നിങ്ങളെ ക്വാളിഫൈ ആക്കുന്നത്. ഇനി ആ TGTയുടെയും PGTയുടെയും ഈ പ്രിലിംസ് ഫസ്റ്റ് എത്ര മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്വാളിഫൈ ചെയ്യും, അതിന്റെ കട്ട് ഓഫ് എത്രയാണെന്നുള്ള കാര്യവും താഴോട്ട് പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. ഓക്കെ, അത് ജനറൽ കാറ്റഗറി ബേസ്, EW ബേസ്, EWS ബേസ്, SC/ST ബേസ് സെപ്പറേറ്റ് കട്ട് ഓഫ് മിനിമം ആണുള്ളത്. അത് വാങ്ങിക്കഴിഞ്ഞാലാണ് നിങ്ങൾ ടയർ 2ലേക്ക് പാസ്സാകുന്നത്. ഓക്കെ, ആ കാര്യം നമുക്ക് അടുത്തേക്ക് വരാം. സോറി. ഓക്കെ, അതിലേക്ക് വരികയാണ്. ഓക്കെ, ഞാൻ മുകളിൽ പറഞ്ഞ കാര്യം ഇതാണ്. ഞാൻ 1-2 തവണ പറഞ്ഞു. ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് പാർട്ട് 6 ക്വാളിഫൈങ് ഇൻ നേച്ചർ. അതായത് നിങ്ങൾക്ക് എക്സാമിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ആ ഒരു പാർട്ടാണ് പാർട്ട് 6 എന്ന് പറയുന്നത്. മിനിമം 40% മാർക്സ് ഇൻ അഗ്രിഗേറ്റ് at least 12 from 30 from English, Hindi, regional language. If not qualified, part 1 to 5 will not be evaluated. ഞാൻ 2 കാര്യത്തിൽ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പാർട്ട് 6ലെ TGT ആണെങ്കിൽ 3 ലാംഗ്വേജ് വരും. ജനറൽ ഹിന്ദി വരും, ജനറൽ ഇംഗ്ലീഷ് വരും. പിന്നെ നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീജിയണൽ ലാംഗ്വേജ് എഴുതാം. മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ തെലുങ്കോ കന്നഡ എന്തോന്ന്. അതില് 12 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലാണ് ബാക്കിയുള്ള മുകളിലുള്ള 5 സെക്ഷനും നിങ്ങളെ പേപ്പർ നോക്കിക്കൊണ്ട് നിങ്ങളെ ക്വാളിഫൈ ആക്കുന്നത് ടയർ 2ലേക്ക്. PGTയുടെയും അങ്ങനെ തന്നെയാണ്. അത് 8 മാർക്ക് വാങ്ങിക്കണം. ഹിന്ദി ഇംഗ്ലീഷിനും കൂടി ചേർത്തിട്ട് 8 മാർക്ക്. ഒന്നിനും സെപ്പറേറ്റ് മിനിമം ഇല്ല. ഒന്നും കൂടി എടുത്തു പറയുകയാണ്, സെപ്പറേറ്റ് മിനിമം ഇല്ല. ഒരുപാട് പേര് വിളിക്കുമ്പോൾ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നതാണ് സെപ്പറേറ്റ് മിനിമം. അത് കഴിഞ്ഞ ടൈമിലേ ഉള്ളായിരുന്നു. ഈ ടൈമിൽ അത് എടുത്തു കളഞ്ഞു. ഇപ്പൊ അഗ്രിഗേറ്റ് ആണ്, ടുഗദർ ആണ്, ഒരുമിച്ചാണ് വാങ്ങിക്കേണ്ടത്. TGTക്ക് 3-നും കൂടി 12 മാർക്കും PGTക്ക് 2-നും കൂടി 8 മാർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ആകും. ഇനി ഇനി ഈ ടയർ 2 എക്സാം എങ്ങനെയാണ്? ടയർ 2ലും ടയർ 1ലും ഒക്കെ സെയിം പാറ്റേൺ തന്നെയാണ്. അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് അത് പാസ്സാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ OBC EWS, ജനറൽ OBC EWS മിനിമം 30%. അതായത് നമുക്കറിയാം ടയർ 1 100 മാർക്കിനാണ്, ടയർ 2 നമ്മൾ പറഞ്ഞില്ല, ടയർ 1 100 മാർക്കിനാണ്. ഓക്കെ, ടയർ 2ഉം ടയർ 1 100 മാർക്കിനാണ്, ടയർ 2ഉം 100 മാർക്കിന് തന്നെയാണ്. ഓക്കെ, ഇനി ടയർ 1 100 മാർക്കിൽ നിങ്ങൾ പാസ്സാകണമെങ്കിൽ OBC EWSകാർ അതിന്റെ 30%, അതായത് 100-ൽ 30 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്, 30 മാർക്ക് വാങ്ങണം പാസ്സാകണമെങ്കിലല്ല, നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ. ഇനി 2 ടയറിലേക്കും നിങ്ങൾ 2 ടയർ പാസ്സാകണമെങ്കിലും അത് തന്നെയാണ്. OBCക്കും EWSക്കും മിനിമം 30% മാർക്കും. അതുപോലെ SC/ST ആൻഡ് വികലാംഗനർ എന്ന് പറയുന്ന PWBD കാറ്റഗറിക്ക് 25% മാർക്കുമാണ്. അതായത് 25. അതായത് നിങ്ങൾക്ക് ഈ 2 ടയറിലും പാസ്സാകാനായിട്ട് ജനറൽ ആൻഡ് EWSന് 30 മാർക്കും SC/ST ആൻഡ് ദിവ്യാംഗനർക്ക് 25 മാർക്കുമാണ് വേണ്ടത്. ഓക്കെ, അതും ക്ലിയർ ആയല്ലോ. അപ്പൊ കട്ട് ഓഫും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമ്മൾ ടയർ 2ലേക്ക് വരികയാണ്. ടയർ 2 എന്ന് പറയുന്ന TGT ആൻഡ് PGT ടയർ 2 എങ്ങനെയാണെന്നുള്ള കാര്യത്തിലേക്ക് വരികയാണ്. ടയർ 2 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും കൂടി ചേർന്നിട്ടാണ് ടയർ 2 എന്ന് പറയുന്നത്. ടയർ 2 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും കൂടെ ചേർത്തിട്ടാണ് ടയർ 2 എന്ന് പറയുന്നത്. മൊത്തം 55 ചോദ്യങ്ങളാണ് ടയർ 2വില്. മുഴുവനായിട്ട് 55 ചോദ്യങ്ങള് 100 മാർക്ക്. 55 ചോദ്യങ്ങള് 100 മാർക്ക്. അതെങ്ങനെയാണ് 55 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 40 ചോദ്യം അത് സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. TGTക്കും PGTക്കും ടയർ 2വില് സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അതില് 40 ചോദ്യങ്ങള് ഒബ്ജക്റ്റീവ് ടൈപ്പും 15 ചോദ്യങ്ങള് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പുമാണ്. 40 ചോദ്യങ്ങള് ഒബ്ജക്റ്റീവ് ആണ്, നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രം. 15 ചോദ്യങ്ങള് ഡിസ്ക്രിപ്റ്റീവ്, നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രം. 15 ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും 4 മാർക്ക് വെച്ചാണ്. ഓരോ ചോദ്യങ്ങൾക്കും 4 മാർക്ക് വെച്ച് ടോട്ടൽ 60 മാർക്ക്. അങ്ങനെ
40 ഒബ്ജക്റ്റീവിന് 40 മാർക്കും 15 ഡിസ്ക്രിപ്റ്റീവിന് ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ച് ചേരുമ്പോഴത്തേക്ക് 60 മാർക്കാവും. അങ്ങനെ 100 മാർക്ക്. ടയർ 1 2 അവർ ആണ്, ടയർ 3 3 അവർ ആണ് എക്സാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടയർ 2 മനസ്സിലായല്ലോ. ടയർ 2 ഇത്രയേ ഉള്ളൂ. 55 ചോദ്യങ്ങൾ, 40 ഒബ്ജക്റ്റീവ്, 15 ഡിസ്ക്രിപ്റ്റീവ്. നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രം, സബ്ജക്റ്റിന്റെ മേഖല മാത്രം. 15 ഡിസ്ക്രിപ്റ്റീവില് ആ 15 ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും 4 മാർക്കിന്റെ ഡിസ്ക്രിപ്ഷൻ. അതെങ്ങനെ പഠിക്കണം, ഏത് രീതിയിലാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് എഴുതേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ പോയിന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇറ്റ്സ് ലൈക്ക് എ സിവിൽ സർവീസ് മെത്തേഡ്. ആ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ പഠിക്കണം. ഷുവർ ആയിട്ട് ആ 4-ന് 4 മാർക്കും വരാം. അല്ലാതെ കഥ എഴുതി പോയി കഴിഞ്ഞാൽ മാർക്കൊന്നും കിട്ടത്തില്ല. അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് അതിന്റെ ഇൻസ്ട്രക്ഷൻസും സ്ട്രാറ്റജീസും എല്ലാം നോട്ട്സും എല്ലാം കൃത്യമായിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ടയർ 2. ടിജിടിയുടെയും പിജിടിയുടെയും ടയർ 2 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു സെക്ഷൻ ഉണ്ട്. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടയർ 3. അത് നമ്മൾ ഒന്ന് അങ്ങനെ എടുത്ത് എല്ലാവരും പറയാറില്ല, എന്നാലും ഞാനിവിടെ പറയുകയാണ്, ഒന്ന് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ടയർ 3 എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂ നമുക്കറിയാം, ഇന്റർവ്യൂ ഒരിക്കലും നമ്മുടെ സബ്ജക്ട് നോളജ്, നമ്മുടെ ആ വിഷയത്തിലുള്ള അഗാധമായ പാണ്ഡിത്യം എന്നും അളക്കാനുള്ള ഒരു സംവിധാനമല്ല ഇന്റർവ്യൂ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അത് അളക്കുന്നതിനുള്ള ഒരു മേഖലയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഡെമോ ക്ലാസ് ഇല്ല. ഓക്കെ, പേഴ്സണൽ ഇന്ററാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, നിങ്ങൾ ഒരാളോട് ഇടപെടുന്നത്, ബിഹേവിയർ, പെരുമാറ്റം, ഇതൊക്കെ പരിശോധിക്കുന്ന ഒരു മേഖലയാണ് ടയർ 3 അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ഭീകരമായ സംഭവമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ 40 മാർക്ക് എന്ന് പറയുന്നത് വളരെ തുലവും വളരെ സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാർക്കാണ്. നമ്മൾ ഇൻട്രോവേർട്ട് ആവാതെ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പലരും പല ഇന്റർവ്യൂവിനും പങ്കെടുക്കുന്നവരാണ്. അത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ സെക്ഷനിൽ തരും, ഇന്റർവ്യൂവിൽ തരും. ഓക്കെ, അപ്പം അതിന്റെ വെയിറ്റ്, അപ്പൊ ഇനി ഇത് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വെയിറ്റേജ് ഇടുന്നത് നിങ്ങൾ സെക്കൻഡ് ടയർ എഴുതുന്ന 2 ടയറിന്റെ 80%, 2 ടയർ എക്സാമിന്റെ 80%, ഈ ഇന്റർവ്യൂവിന്റെ 20% കൂടെ എടുത്തിട്ട് 100% ആക്കിയിട്ടാണ് ലാസ്റ്റ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണെന്ന്, അല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ PSC യുടെ 100 ഇരട്ടി എളുപ്പമുള്ള എക്സാം ആണ്, അല്ലേ? ടയർ 1 ജനറൽ സെക്ഷൻ ആണ്. സബ്ജക്ട് അതിൽ ഒന്നുമേ അധികം പഠിക്കാനില്ല. 20 മാർക്കിന്റെ പെഡഗോജി, നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള പെഡഗോജി മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ ടയർ 1-ല്. പിന്നെ NEP ആണ് 10 മാർക്ക്. ടയർ 2-ല് നിങ്ങളുടെ സബ്ജക്ട് നോളജ് അറിഞ്ഞിരിക്കണം. അതങ്ങനെയാണല്ലോ. അത് സബ്ജക്ട് നോളജ് എന്ന് പറയുന്നത്, ആ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ ഈ പറയുന്ന ലാസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്, KVS ആയിക്കോട്ടെ, EMRS ആയിക്കോട്ടെ, NVS ആയിക്കോട്ടെ, AES ആയിക്കോട്ടെ, D++B ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം ഇപ്പോഴത്തെ ബൈബിൾ, നിങ്ങൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ടൈം ടേബിൾ, ഇതിന്റെ സബ്ജക്ട്, സിലബസ് ഡേറ്റിൽ ഇത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയിട്ടുള്ളവർക്കറിയാം, ഇതിന്റെ എല്ലാം സിലബസ് എന്ന് പറയുന്നത് 2023 ശേഷം ഇതിന്റെ ബൈബിൾ എന്ന് പറയുന്നത് എന്താണ്? ബൈബിൾ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ടീച്ചിങ് ടെസ്റ്റേഴ്സ്, ദാറ്റ് ഈസ് NCERT. ഓക്കെ, NCERT ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതില് നമുക്ക് പരിചയമുള്ളത് +1 +2 മാത്രമാണ്. നിങ്ങൾ കൂടുതൽ കുട്ടികളും NCERT കണ്ടിട്ടുള്ളത്, അല്ലേ? കാരണം നമ്മുടെ +1 +2ന്റെ SCERT ടെക്സ്റ്റും NCERT ടെസ്റ്റ് ഒക്കെ സെയിം ആണ്, രണ്ടും സെയിം ആണ്. ബാക്കി നിങ്ങൾ പഠിക്കേണ്ടത് 5 മുതൽ TGT ആണെങ്കിൽ, TGT-കാരാണെങ്കിൽ 5 മുതൽ 8 വരെയുള്ള NCERT ടെക്സ്റ്റും, PGT-കാരാണെങ്കിൽ 8 മുതൽ 12 വരെയുള്ള 8, 9, 10, 11, 12 ഇത്രയാണ് പഠിക്കേണ്ടത്. അപ്പം ആ NCERT ടെക്സ്റ്റ് ഫോക്കസ് ചെയ്താണ് നിങ്ങളുടെ 2 ടയർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ വേറെ നമ്മുടെ HSA പോലെയോ HST പോലെയോ ഭീകരമായിട്ടുള്ള സിലബസോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് NCERT-യുടെ കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. നിങ്ങളുടെ സിലബസ് ഇതിനകം കണ്ടിട്ടുള്ളവർ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. NCERT-യുടെ ചാപ്റ്ററുകളുടെ പേരുകളാണ് സിലബസ് ആയിട്ട് തന്നിരിക്കുന്നത്. മനസ്സിലായി കാണും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ടയർ എക്സാമിനെ പറ്റിയിട്ട് ടീച്ചിങ് ലെവൽ നോക്കിയിട്ട് പറയാനായിട്ടുള്ളത്.
ഓക്കെ, നോൺ ടീച്ചിങ്ങിന്റെ സെപ്പറേറ്റ് തരും. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ, നോട്ട്സുകൾ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ് എല്ലാം കൂടി അവൈലബിൾ ആക്കിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക്, ജോയിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പറിൽ, ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കുകയോ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. അല്ലെങ്കിൽ താഴെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോന്നിന്റെയും ലിങ്ക് അവൈലബിൾ ആണ്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിരിക്കുന്ന ക്ലാസ്സുകളാണ് നമ്മുടെ ഫിഷറീസ് അസിസ്റ്റന്റ്, CTET, അതുപോലെ തന്നെ KTET ഇപ്പൊ നെക്സ്റ്റ് പുതിയ ബാച്ച് ആരംഭിക്കും. അതുപോലെ തന്നെ LP UP ലോങ് ടേം ഇതിന്റെയൊക്കെ അഡ്മിഷൻസും നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ RRB ടീച്ചറിന്റെ പരീക്ഷ ഇപ്പൊ എഴുതിയവര്, മാർക്കുള്ളവര് നമ്മുടെ അതിന്റെ സെക്കൻഡ് ഇയർ ടാറ്റിന്റെ കാര്യങ്ങൾ അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. താങ്ക് യു ആൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.